ഇലക്ഷൻ സമയം കേരളം പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞു. ഫ്ലെക്സ്, ബാനർ ഇതെല്ലാം കെട്ടി നിറച്ചു. അതൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഉറപ്പായും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ലാൻഡ് ഫിൽസിൽ നിറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതായിരിക്കും നമ്മളിപ്പോ ചിന്തിക്കുന്നത്. ബട്ട് ദർ ഇസ് എ ചേഞ്ച് ദിസ് ടൈം. ഇതുപോലെ നമ്മുടെ പരിസ്ഥിതിക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂച്ചട്ടികളായിട്ടാണ് മാറിയേക്കുന്നത്. ആൻഡ് അതിന്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഈ വീഡിയോ. ഇന്നിവിടെ നമ്മുടെ മണക്കാട് കാർത്തിക തിരുനാൾ ഗേൾസ് ഹൈസ്കൂളിൽ ഈ പൂന്തോട്ടം ഉണ്ടാക്കാൻ സാധിച്ചതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന PVC മെറ്റീരിയലിൽ നിന്ന് മാറി പോളിയെത്തിലിൻ എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കിയ പരസ്യ ബോർഡുകൾ കാരണമാണ് ഇത് സാധ്യമായത്. ഈ ഇലക്ഷന്റെ ബോർഡുകളെല്ലാം ഈ മെറ്റീരിയൽ തന്നെയായിരുന്നു. ആ പരസ്യ ബോർഡുകളൊക്കെ നമ്മുടെ ഹരിതകർമ്മസേന കളക്ട് ചെയ്ത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡുമായിട്ട് ചേർന്ന് റീസൈക്ലിംഗ് പ്ലാന്റ്സിൽ കൊടുത്തിട്ട് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ പോട്ട്സ് ആക്കി മാറ്റിയേക്കാണ്. If this is from one single election, just imagine how much plastic we make every day from all over the state. പ്ലാസ്റ്റിക്കുകൾ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏത് നമ്മൾ ചൂസ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാം നമുക്ക്. 7 തരം പ്ലാസ്റ്റിക്കുകളിൽ ആകെ 3 എണ്ണമാണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റാതെ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ ലോകത്തിന്, നമുക്ക് ജീവിക്കാൻ നല്ലത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട്, അടിപൊളിയായിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ കഴിയും. So guys, choose wisely and choose what you have to do. ഈ പുതിയ ഗാർഡൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു.